വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. കുട്ടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രകാശത്തിന്റെ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം. അപ്പം ഇതിൽ നിന്നും എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാം റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ് ആ ചാപ്റ്ററിൽ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ അല്ലെ, സ്ഫെറിക്കൽ മിറേഴ്സ്, വട്ടത്തിലുള്ള അല്ലെ ഇങ്ങനെയൊക്കെയുള്ള മിറേഴ്സിലുള്ള പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. പക്ഷെ പല കുട്ടികൾക്കും അല്ലെ പ്രതിപതനം എന്താണെന്ന് തന്നെ അറിയാതെ ഇരിക്കുമ്പോ ഇതിപ്പോ വട്ടത്തിലുള്ള മിറേഴ്സിലൊക്കെ അല്ലെങ്കിൽ ചെരിഞ്ഞ ഇല്ല എങ്ങനെയുള്ള മിറേഴ്സിലൊക്കെ ഇതെങ്ങനെ മനസ്സിലാവാനാ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ആ കാര്യത്തെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിയോ മക്കളെ, റിഫ്ലക്ഷൻ, പ്രതിപതനം. ഈ പ്രതിപതനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ വസ്തുക്കളെയും കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ നോക്കിയോ, ഇവിടെ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു പൂവ് ഇരിക്കുന്നുണ്ട് അല്ലെ, പൂവ്, മഞ്ഞപ്പൂവ്. അപ്പം സണ്ണിൽ നിന്നും സൂര്യനിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. സൂര്യൻ അല്ലെ, ലൈറ്റ് പ്രധാനമായിട്ടും വരുന്നത് സൂര്യനിൽ നിന്നാണ് നമുക്കറിയാം. അപ്പം ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ തട്ടി നമ്മളെ കണ്ണിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ പൂവിനെ കാണാൻ പറ്റുന്നത്. അപ്പം മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങൾ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ നമ്മളെ ചുറ്റുപാടും. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. നമ്മൾ എന്തെയാണ് റിഫ്ലക്ഷന് കുറെ വരകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ അതെങ്കിലും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം ശരിയായ രീതിയിൽ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഫ്രം എ സർഫസ്. കണ്ടോ, ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരികയാണ്. അതായത് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഫ്രം എ സർഫസിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അടിപൊളിയായിട്ട് ഇതിനെ ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസുകളാണ് മിറേഴ്സ്, ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് 3 ടൈപ്പാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ മിറേഴ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ അല്ലെ. പ്ലെയിൻ മിറർ സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ പ്ലെയിൻ മിറർ, സമതല ദർപ്പണത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കിയോ മക്കളെ, ഇതൊരു സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ആണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. അപ്പൊ നോക്കിയോ, ഒരു ലൈറ്റ് വരും, ഒരു ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകുന്നുണ്ട് അല്ലെ. ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് കുറച്ച് ലോസും കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ മനസ്സിലായിക്കോ, ഇങ്ങനെ വരുന്നല്ലേ, എവിടെ നിന്നൊന്നും ആവാം ലൈറ്റ് വരുന്നത്. ഇപ്പൊ സൂര്യനിൽ നിന്നാവും അല്ലെ, എവിടെ നിന്ന് വന്നോട്ടല്ലേ, ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരികയാണ്, ഒരു നേർരേഖയായിട്ട് വരാം അല്ലെ, ലൈറ്റ് വരികയാണ്. അപ്പം ആ വരുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. എന്താണ് പറയാ? ഇൻസിഡന്റ് റേ, പതനരശ്മി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. പതനരശ്മിയാണ് കേട്ടോ. അപ്പം ഈ സർഫസിൽ തട്ടിയില്ലേ, നമ്മൾ പ്ലെയിൻ മിററിൽ തട്ടി, അപ്പൊ നമ്മൾ അവിടെ ഒരു ലംബം വരച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നോർമൽ വരച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ലംബം അല്ലെങ്കിൽ നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ. എന്ത് ചെയ്യാതെ നേരൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്താൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും? നമുക്കറിയാം തിരിച്ചു വരണം അല്ലെ. അപ്പൊ ഇവിടെ ലൈറ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന റേ അല്ലെങ്കിൽ ആ ഒരു ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന രശ്മി. മനസ്സിലാക്കിക്കോ, റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് പ്രതിപതന രശ്മി. പ്രതിപതന രശ്മി എന്നാണ് നമ്മൾ പറയാ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഇതിൽ കുഞ്ഞു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. നോക്കിയോടാ, നോക്കിയോ, നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഈ ലംബവും ഈ ഇൻസിഡന്റ് റേയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കും, ഒരു കോൺ ഉണ്ടാക്കും. നോക്കിയോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഐ എന്ന് വിളിക്കും. അതിനെ പറയുന്ന പേരാണ് എന്താണടാ? അതിന് പറയുന്ന പേര് ഇൻസിഡന്റ് ആംഗിൾ. ഇൻസിഡന്റ് ആംഗിൾ, ആംഗിൾ അല്ലെ, അല്ലെ ഇങ്ങോട്ട് വരികയല്ലേ, പതിക്കുന്ന ആംഗിൾ ആണ് അല്ലെ ഇൻസിഡന്റ് ആംഗിൾ. മലയാളത്തിൽ പറയും പതന കോൺ. എന്താണ്? പതന കോൺ എന്നാണ് നമ്മൾ പറയാ. അതുപോലെ തന്നെ നമ്മുടെ ഈ രശ്മി ഉണ്ടല്ലോ, നമ്മുടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നോർമലായിട്ട് അതേപോലെ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയാ അല്ലെ, റിഫ്ലക്ട് റേ ആണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആംഗിളിന്റെ പേരിൽ റിഫ്ലക്ഷൻ എന്ന് ചേർത്ത് വിളിക്കണം. അപ്പൊ നമ്മൾ പറയും റിഫ്ലക്റ്റഡ് ആംഗിൾ. മലയാളത്തിൽ പറയും പ്രതിപതന കോൺ. എന്താണെടാ? പ്രതിപതന
കോൺ എന്നാണ് നമ്മൾ പറയാ. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ എന്ന്. അപ്പൊ എല്ലാരും മനസ്സിലാക്കിക്കോ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെ നമ്മൾ പറയും എന്താണെടാ അല്ലെ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്, അല്ലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ എന്ന്. മനസ്സിലാക്കിക്കോ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാരും പഠിച്ചു വെക്കണം. എന്താണ് സംഭവം നോക്കിക്കോ. എപ്പോഴും ഈ ഐയും ആറും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് എപ്പോഴും ഐ 30 ഡിഗ്രി ആണെങ്കിൽ ആറ് 30 ഡിഗ്രി ആയിരിക്കും. ഐ 40 ഡിഗ്രി ആണെങ്കിൽ ആറ് 40 ഡിഗ്രി ആയിരിക്കും. ഏത് ആംഗിൾ ചോദിച്ചാലും അതേ സംഭവമായിരിക്കും ആറ്. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യനിൽ നിങ്ങളെ വട്ടം കറക്കാൻ വേണ്ടി പല ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. ഐ ഇത്രയൊക്കെയാണ്, അപ്പൊ ആറ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്. ആ ലോ നോക്കിയാൽ എന്താണ്, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതതിന്റെ ഫസ്റ്റ് ലോ ആണ്. എന്താണ്, പതനകിരണവും പ്രതിപതന കിരണവും ലംബവും ഒക്കെ എന്താണ്, ഒരേ തലത്തിലായിരിക്കും. നോക്കിയാൽ ഇതൊക്കെ ഒരേ പ്ലെയിനിലല്ലടാ, ഇതൊക്കെ ഒരേ പ്ലെയിനിലാണ്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലോ നോക്കിക്കോ. നമ്മൾ പറഞ്ഞില്ലേ ഐ സമം ആർ. ആ സംഭവമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേഗം എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണുന്നതോട് കൂടി എന്ത് ചെയ്യണം, എല്ലാരും ഇതിന് കമന്റ് ചെയ്യണം ആൻസർ കേട്ടോ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് 30 ഡിഗ്രി then the angle of reflection is പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് നമ്മളുടെ ഇതൊരു പ്ലെയിൻ ആണ്, ഇതാ നമ്മളെ ഇൻസിഡന്റ് റേ ആണ്, ഇതാണ് ലംബം എന്ന് പറയുന്നത് നോർമൽ. ഇത് നമ്മളെ ഇൻസിഡന്റ് റേ ഇതാണെങ്കിൽ ഇത് നമ്മളെ റിഫ്ലക്റ്റഡ് റേ ആണ്. നമുക്ക് അറിയുന്ന കാര്യം ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. ഇതാണ് സംഭവം 30 ഡിഗ്രിയിലെ ഐ സമം 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. ഞാൻ നോക്കും നിങ്ങളിൽ എത്ര പേര് ഇതിന് ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.